ഐസക്കിൻ്റേത് ആശ്വാസ നടപടിയോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ടി.എം. തോമസ് ഐസക്, ഇന്നിപ്പോൾ എത്ര സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ താങ്കൾ മുൻകൈയെടുത്ത് ചെയ്ത കാര്യങ്ങൾ ചെയ്തു എന്നറിയില്ല. എങ്കിലും എന്തുകൊണ്ടാണ് അടിയന്തരമായി ഇത്തരം നീക്കങ്ങൾ ഇപ്പോൾ നടത്തിയത്? എന്തൊക്കെ പരിഹാരങ്ങൾ ഭാഗികമായെങ്കിലും നേടിയെടുക്കാൻ കഴിഞ്ഞു താങ്കൾക്ക് ഈ ഉദ്യമങ്ങളിലൂടെ? മറ്റ് പല മന്ത്രിമാരും ചെയ്യുന്നുണ്ട്. പുതുശ്ശേരി സർക്കാരെടുത്ത നടപടി പത്രത്തിൽ വന്നു കഴിഞ്ഞിരുന്നതാണ്. ഈ സംസ്ഥാനത്തെ ജീവനക്കാർക്ക്, പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാനുള്ള ബാധ്യത, പെൻഷന് ശമ്പളം കൊടുക്കാനുള്ള ബാധ്യത സർക്കാരിനില്ലേ? അപ്പോൾ കേരള സർക്കാർ ഒരാഴ്ചക്ക് മുമ്പേ കേന്ദ്രത്തോട് പറഞ്ഞതാണ് ഇതിൽ കള്ളപ്പണമൊന്നുമില്ല, സ്രോതസ്സിൽ തന്നെ നികുതി ഡിഡക്റ്റ് ചെയ്ത് കഴിഞ്ഞാണ്, അതുകൊണ്ട് മുഴുവൻ പണവും പിൻവലിക്കാനുള്ള അനുവാദം നൽകണം. അപ്പോഴാണ് ഒരു ഉത്തരവ് വന്നിരിക്കുന്നു, ഇനി മേലുണ്ടാവുന്ന ഡെപ്പോസിറ്റിൽ നിന്ന് ഡെപ്പോസിറ്റ് ചെയ്യപ്പെട്ട പണം പൂർണ്ണമായിട്ട് പിൻവലിക്കാം. എന്നാൽ ഇതിനും ബാധകമാവണമല്ലോ എന്നത് സംശയ ക്ലാരിഫിക്കേഷൻ ചോദിച്ചു. ഇപ്പം പ്രശ്നം ഇത് കാര്യം വളരെ വ്യക്തമാണ്. കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിലോ RBIയുടെ കയ്യിലോ ആവശ്യത്തിന് കറൻസി ഇല്ല. 24,000 രൂപ വെച്ച് തന്നെ കൊടുക്കാൻ കഷ്ടിയെ തികയൂ. സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള പണത്തിൻ്റെ കാര്യം ഇപ്പോൾ ഉറപ്പായിട്ടുള്ളൂ. സ്വകാര്യ മേലും ശമ്പളക്കാരില്ലേ, അവരും ബാങ്ക് വഴിയല്ലേ വരുന്നത്. അക്കാര്യത്തിലൊന്നും ഞാനും ഉറപ്പായിട്ടില്ല കേട്ടോ. കാരണം 1000 കോടി രൂപ കൂടുതൽ വേണം ഇന്നുള്ളതിനേക്കാൾ നാളെയും മറ്റന്നാളത്തെ കാര്യം ചെയ്യാൻ. അത് അടിയന്തരമായിട്ട് നാളെ കാലത്താവുമ്പോൾ ലഭ്യമാകും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും സർക്കാർ ജീവനക്കാർക്ക് ഇടപെടലിലൂടെ ശക്തമായ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ട് ഒരു സാവകാശം ലഭിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചോദ്യം ഉന്നയിക്കപ്പെട്ടതാണ്, നമുക്കൊരു ഉള്ള പണം പോലെ 15,000 വെച്ച് കൊടുത്താൽ പോരെ എന്നുള്ളത്. പറ്റില്ല എന്നുള്ള നിലപാടാണ് കേരള സർക്കാർ എടുത്തത്. ഏതായാലും ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്ന ധാരണ വെച്ച് കറൻസി ഒരു 24,000 രൂപ വെച്ച് കൊടുക്കുന്നതിന് ഈ ശമ്പള പെൻഷൻ്റെ ആദ്യത്തെ ആഴ്ച കഴിയും. അതൊരു സമാശ്വാസമാണ് സാർ. പക്ഷേ ഇങ്ങനെയൊക്കെ ഉറപ്പുകൾ അടഞ്ഞ മുറിയിലിരുന്ന് ബാങ്ക് അധികൃതർ നൽകുമെങ്കിലും നാളെ ഈ പണം പിൻവലിക്കാൻ പോകുന്ന എല്ലാവർക്കും, എത്ര പേർ പോകുന്നു, അവർക്ക് ഈ 24,000 എന്ന പരിധിയിൽ നിൽക്കുന്ന അത്രയും തുക പിൻവലിക്കാൻ കഴിയുമെന്ന് കരുതാമോ? കാരണം ഇപ്പോൾ പൊതുവായിട്ടുള്ള പരാതിയായി ഉയർന്നു വന്നിരിക്കുന്നത് പലർക്കും അവർ ആവശ്യപ്പെടുന്ന തുക കിട്ടുന്നില്ല എന്നാണ്. വളരെ ന്യായമായിട്ടുള്ള ചോദ്യമാണ്. ട്രഷറിയിൽ ഞങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് 24,000 രൂപ വെച്ച് തന്നെ കൊടുക്കും. ആ കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം ലഭ്യമാക്കുമെന്ന് RBI പറഞ്ഞിട്ടുണ്ട്. RBI അത് ലഭ്യമാക്കിയേ പറ്റൂ. എന്നാലും ഇപ്പോൾ 24,000 കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്നില്ലല്ലോ. അതുപോലെ ഇനി ഉണ്ടായിക്കൂടെ എന്ന് ചോദിച്ചാൽ ഉണ്ടാകാമെന്ന് തള്ളിക്കളയാൻ വയ്യ. കാരണം എന്തൊക്കെ ഉത്തരവാണ് മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിലും മാറ്റം വരുത്താം. പക്ഷെ ഇപ്പോഴുള്ള സ്ഥിതി ഇതാണ്. രണ്ടാമത് പ്രശ്നമുണ്ട്. ഇവരെല്ലാവരും കൂടി ബാങ്കിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ശമ്പളക്കാരെല്ലാം കൂടി ക്യാഷായിട്ട് പിൻവലിക്കണമെങ്കിൽ ഫിസിക്കൽ പ്രസൻസ് വേണം ആരുടെയെങ്കിലും. അവർ ഇത്രയും പേര് ബാങ്കിൽ ചെന്ന ബാങ്കുകാരെങ്ങനെ ഇത് കൈകാര്യം ചെയ്യുക, ട്രഷറി എങ്ങനെ കൈകാര്യം ചെയ്യുക? അതിൽ ഒരു തീരുമാനം എടുത്ത് ട്രഷറി 6 മണി വരെ വൈകുന്നേരം തുറന്നിരിക്കും. അതുകൊണ്ട് ട്രഷറി വന്നാലും തിരക്കൂട്ടണ്ട, സമയമെടുത്ത് വന്നോളൂ, 6 മണി വരെ തുറന്നിരിപ്പുണ്ടാവും. ഒരു കാര്യം കൂടി ഇന്നിപ്പോൾ അങ്ങ് വാർത്താ സമ്മേളനത്തിൽ പറയുകയുണ്ടായി, കാനറ ബാങ്ക് 6 ട്രഷറികൾക്കുള്ള ക്യാഷ് ചെസ്റ്റ് നിറയ്ക്കാനുള്ള പണം നൽകുമെന്ന്. അപ്പോൾ ഇത് കാലേ കൂട്ടി കണ്ടുകൊണ്ട് ബാങ്കുകൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താൻ തുടങ്ങിയോ? അതിൻ്റെ ഭാഗമായി സാധാരണക്കാർക്ക്, ഈ സർക്കാർ ജീവനക്കാർക്ക് പണം നൽകണമല്ലോ, ശമ്പളം നൽകണമല്ലോ എന്നതുകൊണ്ട് ഈ പണം ഇന്നത്തെ പ്രവൃത്തി ദിനങ്ങളിലൊന്നും ജനങ്ങൾക്ക് കൊടുക്കാതെ പണമില്ല എന്ന് പറഞ്ഞ് കോഴിക്കോട് 3 കാനറ ബാങ്കുകളാണ് ബോർഡ് വെച്ചത്. അപ്പോൾ സാധാരണക്കാർക്ക് ഒരു ബുദ്ധിമുട്ട് ഈ ശമ്പള ദിവസങ്ങളിൽ അല്ലാതെ തന്നെ രൂക്ഷമായി വരാനുള്ള സാധ്യതയുണ്ടോ?
ഇവിടെ ശമ്പളം കൊടുക്കാൻ വേണ്ടിയിട്ടല്ല നേരത്തെ ആളുകൾക്ക് ആവശ്യക്കാർക്ക് പണം നൽകാതിരുന്നത്. അതിതുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തണ്ട. ഇപ്പോൾ ഇന്നുണ്ടായ ചർച്ച എത്ര പണം വേണം, ഓരോ ദിവസവും എത്ര വേണം, അതെങ്ങനെ ലഭ്യമാക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ കാനറ ബാങ്ക്, SBI, SPT എന്നീ 3 ബാങ്കുകളിൽ നിന്ന് വഴിയാണ് ട്രഷറിക്ക് ആവശ്യമായിട്ടുള്ള കറൻസി എത്തുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും കുറവാണ് കാനറ ബാങ്ക് 6, SBI 30 ഉണ്ട്, SPT ബാക്കിയുള്ള എല്ലാ ട്രഷറികളിലേക്കും പണം എത്തിക്കാനുള്ള ചുമതലയൊക്കെയാണ്. അപ്പോൾ പക്ഷേ ഇതൊരു പ്രശ്നമുണ്ട്, മുൻഗണന നിശ്ചയമായിട്ടും ശമ്പളം കൊടുക്കുന്നതിനായിരിക്കും വരിക. അപ്പോൾ ഇത് എല്ലാവർക്കും കൂടി നൽകാനുള്ള പണം അവിടെ ഉണ്ടാവില്ലെന്നൊന്നും ഉറപ്പ് വരാൻ പറ്റത്തില്ല. പക്ഷെ ട്രഷറി വഴി കൊടുക്കാനുള്ളത് നൽകുന്നതിനുള്ള ഒരു ഉത്തരവാദിത്തം ഏക്കെയാണ്. അത് വളരെ ശക്തമായിട്ട് RBIയോട് പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ കഴിയുന്ന എല്ലാ നടപടിയും ഇക്കാര്യത്തിൽ സ്വീകരിക്കും. ഈ കോഴിക്കോട്ടെ കാര്യത്തിൽ 3 സ്ഥലങ്ങളിലാണ് കാനറ ബാങ്കിൽ ജനങ്ങൾ അവിടുത്തെ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുകയും ഒക്കെ ഉണ്ടായത്. ഈ കാനറ ബാങ്കിൽ നിന്നടക്കമാണ് നാളെ സഹായം കിട്ടുമെന്ന് ധനമന്ത്രി എന്ന നിലയിൽ താങ്കൾ പ്രതീക്ഷിക്കുന്നതും. അപ്പോൾ ഇന്ന് ജനങ്ങൾക്ക് പണം കൊടുക്കാനില്ല എന്ന് പറയുന്നവർ നാളെ അത് ഉണ്ടാകുമെന്ന് പറയുകയാണ്. എവിടെയാണ് ഇതിലെ ഒരു വിശ്വാസ്യതയുടെ പ്രശ്നം വരുന്നില്ലേ? 1000 കോടി രൂപ ഇന്നലെ അഡ്വൈസ് ചെയ്ത് കഴിഞ്ഞതാണ്. അതിന്ന് രാത്രിയെങ്കിലും എത്തും, രാവിലെ ട്രഷറിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പോൾ ഇപ്പം കയ്യിലിരിക്കുന്ന നീക്കിയിരിപ്പല്ല, പുതുതായിട്ട് 1000 കോടി രൂപ നാളെ ട്രഷറിയിലും ബാങ്കുകൾക്കും ശമ്പളത്തിന് വേണ്ടി ലഭ്യമാക്കാം എന്നാണ് RBI പറഞ്ഞിട്ടുള്ളത്. ശരി, ശ്രീ VV രാജേഷ്, ഇവിടെ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ ധനമന്ത്രി പറഞ്ഞൊരു കാര്യം, പുതുച്ചേരി സർക്കാർ ഈ രൂപത്തിലുള്ള ചില ഇടപെടലുകൾ നടത്തി, പക്ഷേ ബാങ്ക് പണമില്ല എന്ന് പറഞ്ഞു എന്ന്. ഞാൻ രാജേഷിലേക്ക് വരാം. അങ്ങനെയല്ലേ ശ്രീ തോമസ് ഐസക് താങ്കൾ പറഞ്ഞത്, പണമില്ല എന്ന് ബാങ്കുകൾ പറഞ്ഞു എന്ന്? അതെ അതെ അതെ. അപ്പോൾ അവിടുത്തെ സ്ഥിതി എന്താകും നാളെ? ഇന്ത്യ മുഴുവനും ഈ പ്രശ്നം വരാൻ പോവുകയാണ് ഈ ദിവസങ്ങളിൽ. എന്താണ് ഇതിൻ്റെ പ്രത്യാഘാതം എന്ന് കാത്തിരുന്ന് കാണണം. എനിക്ക് വിശ്വാസമില്ല ഇവിടെ എല്ലാം ശമ്പളം കൊടുക്കാനുള്ള പണം തയ്യാറായിട്ടുണ്ട്, കറൻസി ഉണ്ട് എന്നുള്ളത്. കാരണം ആ കറൻസി ഇന്നലെ വരെ ഉണ്ടായിരുന്നില്ലല്ലോ, പല സ്ഥലത്തും പ്രശ്നങ്ങളായിരുന്നല്ലോ. അപ്പോൾ പെട്ടെന്ന് ഏതാനും ദിവസം കൊണ്ട് ആവശ്യമായ കറൻസി ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പം കേരളം ഇത്ര ശക്തമായിട്ട് പറയുന്നു, അതിൻ്റെ ഫലമായിട്ട് നമുക്കൊരു ആനുകൂല്യം കിട്ടിയെന്ന് വരാം. പക്ഷേ ഇന്ത്യ മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോയി. ഇത് ഇന്നലെ വരെയും അസംഘടിത മേഖലയിലായിരുന്നു പ്രശ്നങ്ങൾ. കൂലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ചെറിയൊരു ഫാക്ടറി നടത്താനുള്ള വർക്കിംഗ് ക്യാപിറ്റൽ ഇല്ലാതാവുന്നു. അതൊന്നും ന്യൂസല്ല, അതങ്ങ് സഹിക്കുക നിർവാഹമുള്ളൂ. ഇപ്പോൾ സംഘടിത മേഖലയിലേക്ക് കൂടി ഈ ശമ്പളത്തോടു കൂടി പ്രതിസന്ധി പ്രത്യക്ഷപ്പെടാൻ പോവുകയാണ്. ഇത് വലിയ പ്രതിഷേധങ്ങൾക്കിട നൽകുകയും ആ പ്രതിഷേധങ്ങൾ ഏതൊക്കെ രൂപത്തിലായിരിക്കും വരിക എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. ഇന്നിപ്പോൾ കോഴിക്കോട് ഉണ്ടായതുപോലെയുള്ള വല്ല പ്രതിഷേധം പണം നൽകാതെ വന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ജനങ്ങളുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും. അത് ജനങ്ങളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. ശ്രീ VV രാജേഷ്, ഇവിടെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ യുക്തിഭദ്രമായൊരു ന്യായം, നിങ്ങൾക്കെങ്കിലും യുക്തിഭദ്രമെന്ന് തോന്നുന്ന ഒരു ന്യായം ഉണ്ടായിരുന്നു. കള്ളപ്പണം വെളുപ്പിക്കാൻ പാടില്ല, അതിനുള്ള നിയന്ത്രണങ്ങളാണ് ചെയ്യുന്നത് എന്ന്. പക്ഷേ ഇപ്പോൾ ശ്രീ തോമസ് ഐസക് ചൂണ്ടിക്കാട്ടുന്നത് പോലെ നാളെ മുതൽ പണം പിൻവലിക്കാൻ എത്തുന്നത് എല്ലാ ആദായ നികുതിയും നൽകി കൃത്യമായി അധ്വാനിച്ചതിന് അർഹതപ്പെട്ട വേതനം വാങ്ങാൻ നിൽക്കുന്നവരാണ്. അവർക്കുമേൽ ഇങ്ങനെ ഒരു നിയന്ത്രണം വരുന്നത് നീതീകരിക്കാൻ കഴിയുന്നതാണോ? വേണോ, ഞാൻ അതിന് ഉത്തരം തരാം. ആദ്യമായിട്ട് വ്യക്തിപരമായിട്ട് കേരള സർക്കാരിനെ അഭിനന്ദിക്കുകയാണ്. നോ യുവർ കസ്റ്റമർ KYC നോംസ് എല്ലാ ബാങ്കിലും നടപ്പിലാക്കാൻ ഇന്ന് തീരുമാനിച്ചതിന്, കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടുവരാൻ തീരുമാനിച്ചതിന്, ജില്ലാ സഹകരണ ബാങ്കുകളിൽ KYC നടപ്പിലാക്കിക്കൊണ്ട് മിറർ അക്കൗണ്ട് തുടങ്ങിക്കൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ട് പരിഹരിക്കാനുള്ള തീരുമാനമെടുത്തതിന് വ്യക്തിപരമായുള്ള എൻ്റെ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ടാണ്. കേരള BJP ഉയർത്തിയതാണ് ഈ വിഷയങ്ങൾ പ്രധാനമായും. ഞാനിനി വേണുവിൻ്റെ ചോദ്യത്തിലേക്ക് വരാം. ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായിട്ടും നാളെ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കുമുള്ള പണം കൊടുക്കുന്നതിനെ കുറിച്ചാണ്. 10.5 ലക്ഷം പേരാണ് പെൻഷൻകാരും സർക്കാർ ഉദ്യോഗസ്ഥരുമായി. എൻ്റെ കണക്കിൽ ചില വ്യത്യാസങ്ങൾ വന്നേക്കാം. 10.5 ലക്ഷം പേരാണ് വരുന്നത്.
അതിൽ തന്നെ അതായത് 3.5 കോടി ജനങ്ങൾ താമസിക്കുന്ന കേരളത്തിൽ 10 ലക്ഷം പേർ വരുന്നു എന്ന് പറഞ്ഞാൽ 3.5% പേരുടെ വിഷയമാണ്. ഇതിലപ്പുറമുണ്ട് പൊതുമേഖലാ സ്ഥാപനങ്ങൾ, സ്വകാര്യ സ്ഥാപനങ്ങളൊക്കെ വരുമ്പോൾ ഉണ്ട്. നമുക്ക് ചർച്ചയ്ക്ക് വേണ്ടി ഒരു ചെറിയൊരു എക്സാമ്പിളാണ് ഞാൻ എടുക്കുന്നത്. 3.5% ആൾക്കാരുടെ പ്രശ്നങ്ങളാണ് ഇവിടെ വരുന്നത്. അതിൽ തന്നെ ബഹുമാനപ്പെട്ട മന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഞാൻ ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ താങ്കളോട് ചോദിക്കുന്നു, 24,000 രൂപ കയ്യിൽ വാങ്ങുന്നവർ, അതായത് ബേസിക് പേ ഒക്കെ ഉൾപ്പെടെ കൂടുതൽ എമൗണ്ട് കിട്ടുമ്പോൾ അതിൽ നിന്നുള്ള കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് HRA, അതോടൊപ്പം തന്നെ PF 3,000 മുതൽ 10,000 15,000 വരെ PF അടയ്ക്കുന്നവരുണ്ട്. PF ലോൺ ഉണ്ടെങ്കിൽ അതുപോലുള്ള വെഹിക്കിൾ ലോൺ ഇതൊക്കെ കഴിഞ്ഞിട്ട് 24,000 രൂപ കയ്യിൽ വാങ്ങിക്കുന്ന എത്ര പേരുണ്ടാവും? 5 ലക്ഷം സർക്കാർ ഉദ്യോഗസ്ഥരിൽ ഒരു 30% അല്ലെങ്കിൽ 40%. അതായത് 5 ലക്ഷം പേരുടെ 40% എന്ന് പറയുമ്പോഴേക്ക് 2 ലക്ഷം പേർ. ഈ 2 ലക്ഷം പേരുടെ, ഞാൻ മിനിമൈസ് ചെയ്യുകയല്ല, അല്ലല്ല ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. ഈ 2 ലക്ഷം പേരുടെ ഇഷ്യൂ ആണ് നമ്മളിവിടെ ഹാൻഡിൽ ചെയ്യുന്നത്. ഈ 2 ലക്ഷം പേർക്ക് 24,000 രൂപ നാളെ ക്യാഷായിട്ട് തന്നെ വിഡ്രോ ചെയ്യാം. ശേഷിക്കുന്ന ഞാനൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ സാർ. ശേഷിക്കുന്നത് ഒരു 15,000 രൂപ ആയിരിക്കും അവരുടെ അക്കൗണ്ടിൽ ശേഷിക്കുന്നത്. വേണു ആ പണം അവർക്ക് വാടക കൊടുക്കണമെങ്കിൽ ചെക്കിലൂടെ കൊടുക്കാം, അവർക്ക് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കാം, ഡെബിറ്റ് കാർഡ് ഉപയോഗിക്കാം, ബാങ്ക് ലോൺ അടയ്ക്കുന്നതൊക്കെ കോർ ബാങ്കിങ് സിസ്റ്റം ഉണ്ട്. ബാങ്ക് ആ സിസ്റ്റത്തിലൂടെ അക്കൗണ്ടിലൂടെ അവർക്ക് പേ ചെയ്യാം. അപ്പോൾ 24,000 രൂപ നാളെ കയ്യിൽ വാങ്ങിക്കാൻ സാധിക്കുന്നു. ബാക്കിയുള്ള തുക അവർക്ക് അക്കൗണ്ട് വഴിയുള്ള ട്രാൻസാക്ഷൻ നടത്താൻ സാധിക്കും. ഞാൻ പ്രതീക്ഷിച്ചത് ബഹുമാനപ്പെട്ട തോമസ് ഐസക് മന്ത്രി ഇന്ന് രാവിലെ മുതൽ ജനങ്ങളോട് ഇത്തരത്തിലുള്ള ഇപ്പോൾ 1,000 കോടി രൂപയാണ് അദ്ദേഹം ഇന്ന് രാവിലെ മുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. വൈകുന്നേരം 1,000 കോടി രൂപയും കൊടുക്കാമെന്ന് RBI ഉദ്യോഗസ്ഥർ സമ്മതിച്ചിരിക്കുകയാണ്. 24,000 മുതലുള്ള പരിധി ഉണ്ടെന്ന് ഞാൻ സമ്മതിച്ചുകൊണ്ട് തന്നെ പറയുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാനിവിടെ അവതരിപ്പിച്ച കണക്ക് ഒരു പക്ഷേ ചെറിയ വേരിയേഷൻ ഉണ്ടാകാം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ മുൻപാകെ പറഞ്ഞിരുന്നുവെങ്കിൽ ജനങ്ങൾ ഒരു പാനിക് സിറ്റുവേഷൻ ഉണ്ടാകുമായിരുന്നില്ല. രാവിലെ മുതൽ കേരളത്തിൽ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് എങ്ങനെ ഞാൻ ഈ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യുന്നു പറഞ്ഞത്, ഇതിപ്പോ എന്ന് നിങ്ങളുടെ ഈ പ്രഖ്യാപനം വന്നു അന്ന് തന്നെ പറഞ്ഞതല്ലേ ഇതാണ് ഉണ്ടാവാൻ പോണെന്ന്. 86% നാണയവും ഒറ്റയടിക്ക് പിൻവലിച്ചാൽ രാജ്യത്ത് എന്ത് നടക്കും എന്നുള്ളതിന് ഒരു സാമാന്യ ബുദ്ധി പോലെ തിരിച്ചറിയാനായിട്ട് ആരാധനയെ മുഴുവൻ നടക്കും നിങ്ങൾക്ക് തിരിച്ചറിയുന്നില്ല. തിരിച്ചറിഞ്ഞ് നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞ് അതാ ധനമന്ത്രിയുടെ കടമ, അത് കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഇതിന് പ്രായോഗികമായ പരിഹാരം പറഞ്ഞല്ലോ. എന്താ പരിഹാരം എന്നോ? ഏതായാലും 30-ാം തീയതി വരെ പഴയ നോട്ട് ഉപയോഗിക്കാൻ നിങ്ങൾ അവകാശം കൊടുക്കും. 30-ാം തീയതി കഴിഞ്ഞാൽ ഇതൊന്നും പ്രാബല്യം ഉണ്ടാവില്ല. അതിനുള്ളിൽ നിങ്ങളുടെ ഈ കള്ളപ്പണമാണെങ്കിൽ ആ കള്ളപ്പണം കൊണ്ടുവന്ന് ബാങ്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അത് നീതിയും പിഴയും കഴിച്ച് ബാക്കി പണം നിങ്ങൾക്ക് തരും. ഇതല്ലേ ഇപ്പോൾ ഇതിന് അവസാനം പറഞ്ഞിരിക്കുന്നത്. ഡിസംബർ 30-ാം തീയതി വരെ അമ്നിസ്റ്റി സ്കീം ഉണ്ടാക്കി കൊടുത്തിരിക്കുകയല്ലേ ഈ പറഞ്ഞതുപോലെ. എന്തിനാണെന്ന് ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ പീഡിപ്പിക്കുന്നത്? അവരവരുടെ പഴയ പണം ഉപയോഗിച്ച് ഇടപാട് നടത്തിക്കഴിഞ്ഞാൽ ഈ കള്ളപ്പണം ആവിയായിട്ട് പോകുമോ? നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് വെളി ചെയ്യുന്നവർ വലിയ കള്ളപ്പണക്കാർ ഇവർ എൻഫോഴ്സ്മെൻറ്റ് ഏജൻസി വെച്ച് പരിശോധിച്ചുകൂടെ? ഇപ്പോൾ ഉണ്ടാകാൻ പോണതെന്നറിയോ? ഇന്നത്തേക്ക് മൊത്തം റദ്ദാക്കിയ കറൻസിയുടെ 65% ബാങ്കിൽ തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനി ഡിസംബർ 30 വരെയുള്ള കാലമുണ്ട്. ബാക്കിയുള്ള എത്ര ശതമാനം? ഞാൻ പറയുന്നു ഏറിയാൽ 1,00,000 കോടി രൂപയുടേത്. ഈ 1,00,000 കോടി രൂപയുടെ കള്ളപ്പണം പിടിക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നടപടികൾ സ്വീകരിച്ച് ഒരു 2.5-3 ലക്ഷം കോടി രൂപയുടെ ദേശീയ നഷ്ടം ഉണ്ടാക്കിയിരിക്കുക. ഇത് എലിയെ കൊല്ലാൻ വേണ്ടി ഇല്ലം ചൂടുന്ന പോലെയല്ലയോ? അപ്പോൾ അതുകൊണ്ട് ഇനി നിങ്ങളുടെ കണക്കിലേക്ക് വന്നാൽ 75% ജീവനക്കാരും അവരുടെ വരുമാനം ഈ പിടുത്തം എല്ലാം കഴിഞ്ഞാലും 24,000 രൂപയ്ക്ക് മുകളിലാണ്. അതെ, കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് തന്നെ പറയുന്നത്. 2, ഈ സർക്കാർ ജീവനക്കാർ മാത്രമല്ല, ഈ സംസ്ഥാനത്ത് ശമ്പളം വാങ്ങുന്ന സ്വകാര്യ മേഖലയിലെയും പൊതുമേഖലയിലെയും ജീവനക്കാർ, തൊഴിലാളികൾ, ഇവരൊക്കെ നേരിടാൻ പോകുന്ന പ്രശ്നമാണ്. ഇവർക്കാകെ ശമ്പളം കൊടുക്കാൻ നോട്ട് കറൻസി അവിടുത്തെ മുതലാളിമാരുടെ കയ്യിലില്ല, ബാങ്ക് വഴിയേ പറ്റത്തുള്ളൂ. ഇവരൊക്കെ നേരിടാൻ പോകുന്ന പ്രശ്നത്തെക്കുറിച്ചാണ് പറയുന്നത്. ഇവരെല്ലാവരും കൂടി ബാങ്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന തർക്കങ്ങളും പ്രശ്നങ്ങളും എന്താണ്?
കോഴിക്കോട് ഉണ്ടായ പോലെ എത്ര സംഭവം ഉണ്ടാവാതിരിക്കില്ല. ഏതായാലും ട്രഷറി ഞാൻ പറഞ്ഞല്ലോ, പരമാവധി സമയം തുറന്നു വെക്കാൻ ശ്രമിക്കുക. ശരി, ഞാൻ ഇടപെടുകയാണ് സാർ. ശ്രീ എൻ കെ പ്രേമേന്ദ്രനെയും കൂടി ഈ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നതിനായി. ശ്രീ പ്രേമേന്ദ്രൻ, ഇവിടെ ശ്രീ തോമസ് ഐസക് എന്ന് പറയുകയുണ്ടായി, RBIയോട് സർക്കാരിൻ്റെ നടത്തിപ്പ് ചെലവുകൾക്കായി ഇപ്പോഴത്തെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ച് ചെറിയ തുകകൾ ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു, 30 കോടി 20 കോടി, അതൊക്കെ അപ്പോൾ തന്നെ തരുന്നുണ്ടായിരുന്നു എന്ന് പരാതിയില്ലാതെ ശ്രീ ഐസക് എന്ന് പറഞ്ഞു. ഒപ്പം തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് 1000 കോടി ആവശ്യമുണ്ട് എന്ന്. അതും ഇന്ന് ചർച്ച നടത്തിയപ്പോൾ സാധ്യമാകുമെന്നാണ് അധികൃതർ നൽകിയ മറുപടി. അപ്പോൾ അടിസ്ഥാനമില്ലാത്തൊരാശങ്കയെ പറ്റിയാണോ നാം ചർച്ച ചെയ്യുന്നത്? 1. 2, ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇത് കേരളത്തിൻ്റെ മാത്രം പ്രശ്നമല്ലല്ലോ. ദേശീയ തലത്തിൽ തന്നെ അടുത്ത 7 ദിവസങ്ങൾ ഈ പറയുന്ന സാലറീഡ് ക്ലാസ് ഒരു പ്രശ്നം തന്നെയാണ്. അവർക്ക് പണം വിനിമയം ചെയ്യാൻ തക്കവണ്ണമുള്ള സൗകര്യം ബാങ്കുകൾ നൽകുമോ, അതിനുള്ള സാഹചര്യം ഒരുക്കിയിട്ടുണ്ടോ ദേശീയ അടിസ്ഥാനത്തിൽ എന്നൊരു വലിയ ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കേരളത്തെ വെച്ചുകൊണ്ട്, ഒരു സാമ്പിളാക്കി വെച്ചുകൊണ്ട് അങ്ങനെ ഒരു പ്രതിസന്ധിയില്ല, അത് പരിഹരിക്കാൻ കഴിയും മറ്റിടങ്ങളിലും എന്ന് കരുതാൻ കഴിയുമോ? ഇത് ഒരു ദേശീയ പ്രശ്നം തന്നെയാണ്. കേരളത്തിൻ്റെ മാത്രം പ്രശ്നമായി പരിമിതപ്പെടുത്തുന്നത് ശരിയല്ല. കേരളത്തിൻ്റെ പ്രത്യേക പ്രശ്നമെന്ന് ചൂണ്ടിക്കാണിച്ചതെല്ലാം നമ്മൾ പ്രധാനമായും സഹകരണ മേഖല, കാരണം അതിശക്തമായ സഹകരണ ബാങ്കിങ് സംവിധാനം നിലനിൽക്കുന്ന സംസ്ഥാനം എന്ന നിലയിലാണ് ഒരു പ്രത്യേക പ്രശ്നമായി കേരളത്തിൻ്റെ വിഷയം ഉയർത്തിക്കൊണ്ടുവരാൻ കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പ്രധാനമായും പരിശ്രമിച്ചത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട മൗലികമായിട്ടുള്ള വിഷയം നാളെ മുതൽ നേരത്തെ വേണു സൂചിപ്പിച്ചതുപോലെ ഒരാഴ്ചക്കാലം അല്ലെങ്കിൽ 10 ദിവസക്കാലം ഉണ്ടാകാൻ പോകുന്ന പ്രശ്നത്തെ സംബന്ധിച്ചാണ്. കാരണം നവംബർ 8 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നാണയം പിൻവലിക്കൽ പ്രക്രിയയുടെ പ്രഖ്യാപനം നടത്തിയത് തന്നെ മാസാദ്യം അല്ലെങ്കിൽ ഒരു മാസത്തിൻ്റെ ആദ്യത്തെ ആഴ്ചയിൽ മിക്കവാറും സാമ്പത്തിക ഇടപാടുകൾ, പത്രം, പാല്, വീട്ടുവാടക, ജോലിക്കാരുടെ കൂലി, ശമ്പളം, അതുപോലെ തുടങ്ങിയിട്ടുള്ള കുട്ടികളുടെ ഫീസ്, മറ്റൊരുപാട് കാര്യങ്ങളെ സംബന്ധിച്ച് ദൈനംദിന ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഓരോ മാസവും വേണ്ടിവരുന്ന പ്രധാനപ്പെട്ട ചെലവുകൾ മിക്കവാറുമൊക്കെ പ്രതിമാസ ചെലവുകൾ തീർക്കുന്നത് ആദ്യ ആഴ്ചയിൽ 7 ദിവസത്തിനുള്ളിലാണ്. അപ്പോൾ അടുത്ത മാസം വരുന്നു ഡിസംബർ 1 മുതൽ 7 വരെയുള്ള വരുന്ന ഈ ആഴ്ചക്കാലം ഉണ്ടാകേണ്ട കറൻസിയുടെ ക്ഷാമം എന്തെല്ലാം പ്രത്യാഘാതങ്ങളാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിൽ ഞാൻ ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ബാങ്കിങ് മേഖലയിൽ പ്രത്യേകിച്ചും ബാങ്കിങ് ജീവനക്കാർ അവർ നടത്തുന്ന ശ്രമകരമായ പ്രവർത്തനത്തെ അഭിനന്ദിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ഇത്രയേറെ രൂക്ഷമായ കറൻസി പ്രതിസന്ധി നമ്മുടെ രാജ്യത്ത് രൂപപ്പെടുമ്പോഴും ഇന്ത്യയിലെ ബാങ്കിങ് മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓഫീസേഴ്സ് ആയാലും ജീവനക്കാരായാലും അവർ ഈ പ്രതിസന്ധി അതിജീവിക്കുന്നതിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുന്ന കഠിനമായ അധ്വാനത്തെയും പ്രയത്നത്തെയും ഈ അവസരത്തിൽ പ്രത്യേകം പ്രശംസിച്ചേ മതിയാവൂ. കാരണം 86% വരുന്ന 500-ൻ്റെയും 1000-ൻ്റെയും കറൻസി